കേരളം അതിമനോഹരമായ കാഴ്ചകളുടെ നാടാണ്. നമ്മൾ യാത്ര ചെയ്യാൻ ഇറങ്ങിയെങ്കിൽ മാത്രമേ കേരളത്തെ കണ്ടറിയാൻ കഴിയുകയുള്ളൂ. വലിയ വലിയ യാത്രകളിലൂടെ മാത്രമല്ല, ചെറിയ യാത്രകളിലൂടെയും നമുക്ക് നമ്മുടെ നാടിനെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ചെറിയ പ്രദേശത്താണ് ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് മനോജ് പി ചെറിയാൻ എന്നെ കൂട്ടി വന്നിട്ടുള്ളത്. എന്നെക്കാൾ കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ പ്രദേശത്തെ സംബന്ധിച്ച് ധാരാളം അറിവുകളുണ്ട്. ചമ്പക്കുളം എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ മനോഹരമായ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ സ്ഥലത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെ സംബന്ധിച്ചും വള്ളംകളിയുടെ ഐതിഹ്യത്തെ സംബന്ധിച്ചുമെല്ലാം മനോജ് സൂചിപ്പിക്കും. എൻ്റെ പ്രിയ സുഹൃത്ത് ഷീദ് മുഹമ്മദ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചമ്പക്കുളത്താണ്. ചമ്പക്കുളത്തിനോടുള്ള പ്രണയം എന്ന് പറയുന്നത് അതൊരിക്കലും അവസാനിക്കാത്തതാണ്. അത്ര മനോഹരമായ ഒരു പ്രദേശമാണ് ചമ്പക്കുളം. ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത് പമ്പാ നദിയുടെ നീണ്ട വിശാലമായി കിടക്കുന്ന ഒരു വാട്ടർ സ്റ്റേഡിയം സൂചിപ്പിക്കാം. വളരെ വിശാലമായ പമ്പാ നദിയിലെ ഒരു നെട്ടായത്തിലാണ്, അതിൻ്റെ തീരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ചമ്പക്കുളം മൂലം വള്ളംകളി വളരെ പ്രശസ്തമാണ്. അത് മിഥുനമാസത്തിലെ മൂലം നാളിൽ ഈ ഇരുകരങ്ങളിൽ കൂടുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ സാന്നിധ്യം നടക്കുന്ന ഏറ്റവും വാശേറിയ മത്സര വള്ളംകളിയാണ്. അത് ഈ വരുന്ന തിങ്കളാഴ്ച നടക്കാൻ പോവുകയാണ്. കുട്ടനാട്ടിലെ ഏറ്റവും പേരുകേട്ട ചുണ്ടൻ വള്ളങ്ങൾ വിവിധ ക്ലബ്ബുകളിലായിട്ട് ഇവിടെ മത്സരിക്കുന്നു. ഞങ്ങൾ ഈ ഇരിക്കുന്ന പ്രദേശം നടുഭാഗമെന്നാണ് അറിയപ്പെടുന്നത്, ചമ്പക്കുളം നടുഭാഗം. ഈ നടുഭാഗത്താണ് ചമ്പക്കുളം പള്ളി സ്ഥിതി ചെയ്യുന്നത്. പേരുകേട്ട വള്ളങ്ങൾ മത്സരിക്കുന്ന കേരളത്തിലെ ജലോത്സവങ്ങളുടെ ആദ്യത്തെ ജലോത്സവ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. മനോഹരമായ ഒരു വാട്ടർ ട്രാക്കാണ്, ഒരു വാട്ടർ സ്റ്റേഡിയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. ചമ്പക്കുളം വള്ളംകളിയെക്കുറിച്ചുള്ള ഐതിഹ്യം വളരെ പ്രശസ്തമായൊരു ഐതിഹ്യമാണ്. ഈ പള്ളിയും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ചെമ്പകശ്ശേരി രാജാവ് ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നതിനായിട്ട് തീരുമാനിച്ചപ്പോൾ ആ വിഗ്രഹത്തിന് ഒരു പൂർണ്ണത വരാത്തതുകൊണ്ട് പൂർണ്ണതയുള്ള ഒരു വിഗ്രഹം കണ്ടെത്തുന്നതിന് പരിശ്രമം നടത്തുകയും കുറിച്ചി ഭാഗത്തു നിന്ന് ഒരു ക്ഷേത്രത്തിലെ പൂർണ്ണതയുള്ള വിഗ്രഹം കണ്ടെത്തുകയും അത് വളരെ ആഘോഷപൂർവ്വം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ചമ്പക്കുളത്തെ മാപ്പിളശ്ശേരി കുടുംബത്തിൽ അന്ന് അത് ഇറക്കി വെക്കുകയും പിറ്റേ ദിവസം ചെമ്പകശ്ശേരി രാജാവിൻ്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വള്ളങ്ങളോട് വന്ന് വളരെ ആഘോഷപൂർവ്വം ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി സ്ഥാപിച്ച അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പിൽക്കാലത്ത് നടത്തപ്പെട്ട വള്ളംകളിയാണ് ഇതെന്നാണ് ഐതിഹ്യം. മനോഹരമായ ഒരു ഐതിഹ്യമാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രദേശമാണ് ചമ്പക്കുളം. 1952 തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്ര തിരുനാൾ ഈ വള്ളംകളി മത്സരം കാണാൻ വരികയും അന്നു മുതൽ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സര വള്ളംകളിയാണ് ഇവിടെ നടക്കുന്നത്. പേരുകേട്ട വള്ളങ്ങളായ കരിച്ചാലും ജവഹർ തായങ്കരയും വെള്ളംകുളങ്ങരയും നടുഭാഗവും ചമ്പക്കുളവും കാവാലവും പുളിങ്കുന്നും ഒക്കെ ഇവിടെ മത്സരിച്ച ചരിത്രങ്ങൾ, ഓളപ്പരപ്പിനെ തീപാറിപ്പിക്കുന്ന മത്സരങ്ങൾ നടക്കുന്ന മത്സര വള്ളംകളിയെയും വള്ളപ്പാട്ടിനെയും വള്ളങ്ങളെയും എല്ലാം വളരെ മതസൗഹാർദ്ദത്തോടുകൂടി സഹോദരത്വത്തോടുകൂടി നെഞ്ചിലേറ്റുന്ന വലിയ ഒരു ജനതയുടെ നടുവിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഈ നദിക്ക് 100 കണക്കിന് കഥകളാണ് പറയാനുള്ളത്. ആവേശത്തിൻ്റെയും താളത്തിൻ്റെയും ചിതറുന്ന വെള്ളത്തുള്ളികളുടെയും മനോഹരമായ കഥകൾ ആണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 29-ാം തീയതി മൂലം നാളിൽ മിഥുനമാസത്തിലെ മൂലം നാളിൽ നടക്കുന്ന ഈ ചമ്പക്കുളം വള്ളംകളിക്ക് എല്ലാവിധ ആശംസകളും.